ഹലോ എവ്രി വൺ, വെൽക്കം ടു സയൻറ്റിസ്റ്റ് കാണാം. അന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. ഇതിനായിട്ട് ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ 3 months മുന്നേ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഡിസംബർ 1-നാണ്. ഇനിയിപ്പോൾ ഡിസംബർ 25-ന് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ കേക്ക് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു സ്പൈസ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതായിട്ട് നമുക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ജാതിക്കയുടെ കുരു, പിന്നെ ജിഞ്ചർ പൗഡർ, ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം പൗഡറാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ ഒന്ന് പൗഡറാക്കി എടുക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് പൗഡറാക്കി എടുക്കാം. അപ്പോൾ പൗഡറാക്കാനുള്ള എളുപ്പത്തിനാണ് കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒന്ന് പൗഡറാക്കി എടുക്കാം. ഒത്തിരി നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല. ചെറിയൊരു തരി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ വേണ്ടത് നട്ട്സാണ്. ഞാൻ എടുത്തിരിക്കുന്ന വാൾനട്ടും ക്യാഷ്യൂം ആൽമണ്ട്സുമാണ്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൗഡർ പോലെ പൊടിയൊന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ക്രഷ് ചെയ്യുമ്പോൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യരുത്, അപ്പം നല്ലതായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത്ര ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മൈദയുടെ കൂടെ നമ്മൾ ആൽമണ്ട് ഫ്ലോറും കൂടെ, ആൽമണ്ടിനെ ഒന്ന് പൊടിച്ചിട്ട് ആ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആൽമണ്ടിനെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തേച്ച് അതിനെ മിക്സിയിലിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് മൈദ, എഗ്ഗ്, ബട്ടർ, പിന്നെ നമുക്ക് വനില എസൻസ് വേണം. പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ, നാരങ്ങയുടെ തൊലി അതിൻ്റെ മേളത്തെ തൊലി മാത്രം ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് വേണം. അതിൻ്റെ അകത്തുള്ള ആ ഒരു വൈറ്റ് പാർട്ട് വരരുത്. മേളിൽ നിന്ന് വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അത് ഒരു ഫുൾ ഓറഞ്ചിൻ്റെ തൊലിയും വേണം. നാരങ്ങയുടെ തൊലി എന്ന് പറയുമ്പോൾ ഒരു 1 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് പീൽ ചെയ്തെടുത്ത് വെക്കാം. ചെറിയ പീസായിട്ട് എടുക്കണം കേട്ടോ, വലിയ കഷ്ണങ്ങളായി പോകരുത്. പിന്നെ നമുക്ക് ഷുഗർ വേണം. വൈറ്റ് ഷുഗറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം അളവുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 കപ്പ് ഫ്ലോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 1 കപ്പ് ഷുഗറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലത്തെ 1/2 കപ്പ് ഷുഗർ നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ്, 1/2 കപ്പ് ഷുഗർ നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ചത് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആ ബാക്കി വരുന്ന 1/2 കപ്പിനെ നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അത് കരിഞ്ഞു പോവാതെ നോക്കണം. അത് ഇതേപോലെ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഷുഗറാണല്ലോ ഇട്ടെ, അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ ഷുഗർ ഇടുന്നത് അത്ര തന്നെ വെള്ളം ഒഴിക്കണം. കൈയൊന്ന് ശ്രദ്ധിക്കണം, തെറിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കി വെള്ളവും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. എന്നുവെച്ചാൽ അതിനെ അത് കുറച്ച് നേരം ഒന്ന് പറ്റിക്കണം. അത്രയും വെള്ളത്തിൽ നമ്മൾ എടുക്കരുത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ നമുക്കത് അവിടെ ഇടാം. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കുറച്ചൊരു തിക്കാവുന്ന പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതൊരു അരിപ്പയിലൂടെ മിക്സ് ചെയ്യാം. അതാകുമ്പോൾ എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ആദ്യം 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ആൽമണ്ട് ഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സിനമൺ കറുവാപ്പട്ടയുടെ പൊടി, അതൊക്കെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വെറും 1/4 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടി, അതേപോലെ തന്നെ ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ജിഞ്ചറിൻ്റെ പൗഡർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പൊടിച്ചിട്ടില്ല. അത് മാത്രം എൻ്റെ കയ്യിലുള്ളത് എടുക്കുകയോ ചെയ്തത്. പിന്നെ 1/2 ടീസ്പൂൺ ജാതിക്കയുടെ കുരു, ജാതിക്കയുടെ കുരു പൊടിച്ചത്. ഇനി അതെല്ലാം കൂടെ നമുക്ക് അരിപ്പയിൽ കൂടെ ഒരു 3-4 പ്രാവശ്യം ഇതേപോലെ, ആൽമണ്ടൊക്കെ നമ്മൾ കുറേ പൊടിച്ചതുള്ളത് കൊണ്ട് ഒന്ന് മിക്സ് ആവാൻ കുറച്ച് പാടുണ്ടാവും. അപ്പോൾ നമുക്കൊരു 3-4 പ്രാവശ്യം ഒരു അരിപ്പയിൽ കൂടി അതിനെ ഇങ്ങനെ അരിച്ചെടുക്കുക. അപ്പോൾ അത് നല്ലതായിട്ട് മിക്സ് ആയിക്കോളൂ ഈ പൊടികളെല്ലാം തമ്മിൽ. അങ്ങനെ ഞാൻ അതിനെ ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുക്കുവാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ നോർമൽ നമ്മുടെ വൈറ്റ് ഷുഗർ വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇപ്പോൾ ബ്രൗൺ ഷുഗറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ ഷുഗർ കയ്യിലുള്ളവർ ഇപ്പം അത് ആദ്യം ഒന്ന് കണ്ടേച്ച് ബാക്കി ഈ പ്രോസസ്സുകളൊക്കെ ഒന്നുകൂടി കാണുക കേട്ടോ. ബിക്കോസ് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിത് ക്യാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, വൈറ്റ് ഷുഗറിനെ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിൽ വെച്ചേക്കാം. ഇനി നമുക്കത് നമ്മുടെ ഇത് കുക്ക് ചെയ്യാനുള്ള കുക്കറൊന്ന് റെഡിയാക്കി എടുക്കുക. ഇത് ഓവനിലല്ല ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അലൂമിനിയം പാത്രത്തിന് അകത്തൊരു സ്റ്റാൻഡ് വെച്ച് അതൊരു 10 മിനിറ്റോളം ഇതിനെ പ്രീഹീറ്റ് ചെയ്യുകയാണ്. പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്ക് കുക്ക് ചെയ്യാൻ പോകുന്നത് ലോ ഫ്ലെയിമിലാണ്. പ്ലം കേക്ക് ഒത്തിരി നേരം എടുത്ത് വേണം കുക്കായി കിട്ടാൻ. അപ്പോൾ അതിനായിട്ട് അത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. സോ ലോ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്തേച്ച് ഇതിങ്ങനെ വെച്ച്
അത് അടച്ച് അതവിടെ വെച്ചേക്കാം. ഒരു 10 മിനിറ്റോളം അത് പ്രീ ഹീറ്റ് ആവണം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 180 ഗ്രാം ബട്ടറാണ് വേണ്ടത്. വലിയൊരു ബൗളിലേക്ക് ബട്ടർ ഇടുക. പിന്നെ അരക്കപ്പ് പഞ്ചസാര നമ്മൾ ആദ്യമേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ അരക്കപ്പ് പഞ്ചസാരയും ബട്ടറിൻ്റെ കൂടെ ഇട്ടേച്ച് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഇലക്ട്രിക് ബ്ലെൻഡർ വെച്ചിട്ടോ നല്ലതായിട്ട് നല്ല ഫ്ലഫി ആൻഡ് ക്രീമി ആവുന്നത് വരെ നല്ലതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ഇതിനെ ഫ്ലഫി ആക്കി എടുക്കാൻ പറ്റുമോ അതേപോലെ നല്ലതായിട്ട് ഫ്ലഫി ആക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 എഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. 2 എഗ്ഗ് നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 1 by 1 ആയിട്ട് പൊട്ടിച്ചൊഴിക്കാം. അതിനകത്തേക്ക് ഒഴിക്കുമ്പം എങ്ങാനും എഗ്ഗ് അഴുക്കെങ്ങാനും ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ബൗളിലേക്ക് ഒഴിച്ചേച്ച് 1 by 1 ആയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇനി അതും കൂടെ അത് ജസ്റ്റ് എഗ്ഗിനെ ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ ആൽമണ്ട് ഫ്ലോർ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് അടിച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചൊരു പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ടയായി പോകത്തില്ല. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല ഒത്തിരി കിടന്ന് അടിക്കണ്ട. ജസ്റ്റ് അത് എഗ്ഗിനെയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചസാരേനെ നമുക്കിതിലേക്ക് ഒഴിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിക്കാം ഇതിലേക്ക്. അതിനുശേഷം നമ്മുടെ കയ്യിൽ നമ്മൾ ഓറഞ്ച് പീലും ലൈമിൻ്റെ പീലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് മിക്സാക്കി കളയരുത്. ഒന്ന് ചെറിയൊരു മിക്സ്. എല്ലാ ഇൻഗ്രീഡിയൻസും തമ്മിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. അല്ലാതെ മാവിനെ ഭയങ്കരമായിട്ട് അങ്ങ് കുലുക്കി ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് പോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നല്ലതായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആൽമണ്ടും മൈദയും ബാക്കിയെല്ലാം സ്പൈസ് മിക്സ് ഒക്കെ കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതും ഇതേപോലെ കുത്തി ഇളക്കരുത്. പയ്യെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി നമ്മളങ്ങനെ കുത്തി ഇളക്കിയിട്ടുണ്ട് കേക്ക് ഹാർഡായിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഒരു 3 or 4 ടേബിൾ സ്പൂണോളം പൊടി നമുക്കതിൽ ബാക്കി വെച്ചേക്കാം. അത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ പൊടി ഇതിലേക്ക് ഇടണ്ട. ആ ഒരു 3 or 4 ടേബിൾ സ്പൂൺ പൊടി ഞാനതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത്. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട് അത്ര എടുക്കുന്നുണ്ട്. എന്നാലേ ഉള്ളൂ നല്ലതായിട്ട് അതിൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് കടിക്കാൻ കിട്ടത്തുള്ളൂ. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ എടുക്കാം കേട്ടോ. അതിട്ട് അതിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പൊടിക്കകത്തേക്ക് ഫ്രൂട്ടും ഇട്ടു നട്ടും ഇട്ടു. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ പൊടിയിൽ അതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുറേശ്ശെ ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതും അങ്ങനെ ഒത്തിരി അങ്ങ് ഫോൾഡ് ചെയ്യണ്ട. എല്ലാം ഒന്ന് ആ മാവിലെല്ലാം നല്ലതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഈ ഇളക്കുന്ന ഈ ഒരു മോഷനിൽ വേണം അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതെല്ലാം നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 8 ഇഞ്ചിൻ്റെ ട്രെയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ലതായിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമുക്ക് ആ കേക്ക് ടിൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. താഴെയും വെക്കുന്നുണ്ട് സൈഡിലും വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കേക്ക് ആയി കിട്ടുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടാകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിലൊന്ന് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിലും കൂടി അങ്ങ് വെച്ചാൽ നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ നോർമൽ മറ്റേ കേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പഞ്ച് കേക്ക് ഒന്നും ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല ഒരിക്കലും പ്ലം കേക്കിന് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ കോരി എടുക്കേണ്ട പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുന്നത്. അത് കുഴപ്പമില്ല. നമ്മൾ റമ്മിലൊക്കെ സോക്ക് ചെയ്തിട്ടുള്ള നട്ട്സിനകത്തൊക്കെ റമ്മ് ഇരിപ്പുണ്ടാവും. നമ്മളിത് ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് അതെല്ലാം പൊട്ടി വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നോളും. അപ്പോൾ അത് കുക്കാകുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവത്തില്ല. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അത് നല്ലതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നുവെച്ചാൽ ചെറുതായിട്ട് ഒത്തിരി അങ്ങനെ ടാപ്പ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് നിലത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചിട്ടോ അങ്ങനെയുള്ള അതിൻ്റെ എയർ ബബിൾസ് പോക്കാൻ പാടുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് അതിനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അടിയിലോട്ട് പോകും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ നമുക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആ കുക്കറിലേക്ക് അങ്ങ് വെച്ചാൽ മതി. പിന്നെ ഞാനിപ്പം നമ്മൾ ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ബ്രൗൺ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 1 കപ്പ് ആണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ 1 കപ്പും ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്കിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട്
അടിച്ചാൽ മതി. വേറൊന്നും ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. അതിൽ നമ്മൾ അരക്കപ്പ് പൊടിച്ചെടുത്തു, അരക്കപ്പ് കാരമലൈസ് ചെയ്തു. ഇതിൽ നമ്മളിത് രണ്ടും ചെയ്യേണ്ട. ജസ്റ്റ് 1 കപ്പ് ബ്രൗൺ ഷുഗർ ബട്ടറിലേക്ക് ഇട്ട് നല്ല ഫ്ലഫി ആവുന്നതുപോലെ അടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കണ്ട. ഇത് ഞാൻ കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കുറേ എഗ്ഗൊക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നേ ഉള്ളൂ. പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ബ്രൗൺ ഷുഗർ ഇടുക, ബട്ടറിൻ്റെ കൂടെ നല്ലതായിട്ട് ഫ്ലഫി ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ബാക്കിയെല്ലാം ഞാൻ ഒന്നുകൂടി കാണിക്കുവാണ്. നമ്മൾ ബട്ടറും ഷുഗറും മിക്സ് ചെയ്തു, അതിനുശേഷം നമ്മൾ എഗ്ഗ് ഇട്ടു, അതിനെ ഒന്ന് മിക്സ് ചെയ്തു, അതിനുശേഷം നമ്മൾ വനില എസൻസും ഓറഞ്ച് പീലും കൂടിയിട്ട് അതിനെ നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത്, പിന്നെ അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ലതായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലും കുറച്ച് പൊടി നമ്മൾ ബാക്കി വെക്കുക. നമ്മുടെ ഫ്രൂട്ട് ആൻഡ് നട്ട്സ് എല്ലാം ഇതിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ആദ്യത്തെ പോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് 3 മന്ത്സോളം നമ്മൾ റമ്മിൽ സോക്ക് ചെയ്തതാണ്. അത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതെന്ന് വരുന്നത്. ഈ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേക്ക് എത്ര ടേസ്റ്റി ആയിട്ടായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സെങ്കിലും മുന്നേ അത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നല്ല റമ്മിൽ ഭയങ്കരമായിട്ട് സോക്കായിട്ട് ആ ഒരു നല്ല ഫ്ലേവർ ഇങ്ങോട്ട് വരത്തുള്ളൂ. ആദ്യമൊക്കെ ഞാൻ 1 മന്ത് മുന്നേ ആയിരുന്നു സോക്ക് ചെയ്യാറ്. പക്ഷേ അതിലും ടേസ്റ്റിയാണ് ഇതേപോലെ 3 മന്ത്സൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വർഷം സോക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഇയർ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിലും സൂപ്പറായിട്ടായിരിക്കും നമുക്ക് കേക്ക് കിട്ടാൻ പോകുന്നത്. റമ്മിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് വൈനിൽ വേണമെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കാവേ. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും, എങ്കിലും അതും കുഴപ്പമുണ്ടാവില്ല, നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളത് ട്രേയിലേക്ക് വെച്ച് ഇനി നമുക്കത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് നമുക്കതിനെ, ഇതൊരു അലൂമിനിയം, അത്യാവശ്യം ഒരു വാവട്ടമുള്ള പോലത്തെ ഒരു അലൂമിനിയം പാത്രമാണ്. അപ്പോൾ അതിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നമുക്കത് അടച്ച് വെക്കാം. ഒത്തിരി നേരം അതങ്ങനെ തുറന്ന് വെക്കരുത്, വെച്ച് അപ്പോൾ തന്നെ അടയ്ക്കുക. എന്നുവെച്ചാൽ നമുക്ക് എനിക്ക് കേക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 1 മണിക്കൂർ എടുത്തു കേട്ടോ. ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു സ്ക്യൂർ ക്ലീൻ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ക്രംസൊക്കെ അതിലുള്ളതെന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല അതിൽ ബാറ്ററൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം സിമ്മിൽ തന്നെ ഇട്ട് ഒന്നുകൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അത് ചൂടോടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ക്യൂർ വെച്ചിട്ട് നിറയെ ഹോൾസ് ഇടുക. എന്നുവെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ഓവർ സോക്കിംഗ് ലിക്വിഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ് ഓവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള റം എടുത്താൽ മതി. എന്നിട്ട് അത് ഇതേപോലെ ബ്രഷ് ചെയ്യുക. ചൂടോടെ ഉള്ള സമയത്ത് തന്നെ നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതിനൊരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിമോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്യുക. ഡയറക്റ്റായിട്ട് സിൽവർ ഫോയിലിലേക്ക് റാപ്പ് ചെയ്യരുത്, ബിക്കോസ് ഇത് ആൽക്കഹോൾ ആണല്ലോ, അത് ഫോയിലുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിമോ ഉപയോഗിച്ചിട്ട് ആദ്യം കേക്കിനെ റാപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫോയിൽ വെച്ചിട്ട് റാപ്പ് ചെയ്യുക. ഇത് 2 റാപ്പും വേണം ഏതായാലും, എയർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാനൊരു ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്യണം. അതിന് ശേഷം ഡബിൾ ലെയർ ഓഫ് സിൽവർ ഫോയിൽ വെച്ച് അതിലും കൂടി ഇതിനെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇത് സൂക്ഷിക്കുന്നത്. പിന്നീട് നമ്മൾ എവറി 3 ഡേയ്സ് നമ്മൾ ഇതിനെ എടുത്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് നമ്മളിപ്പം ബ്രഷ് ചെയ്തതുപോലെ തന്നെ ആൽക്കഹോളിനെ ഒന്നുകൂടി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. എവറി 3 ഡേയ്സ് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരിക്കലും ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യാൻ പാടില്ല, അപ്പോൾ കേക്ക് ഹാർഡായി പോവും. ഇതിലുള്ള ഈ ആൽക്കഹോൾ തന്നെ ഒരു പ്രിസർവേറ്റീവായിട്ട് ഇത് ആക്ട് ചെയ്തോളും. അപ്പോൾ അത് കേടാവത്തൊന്നുമില്ല, അതൊന്നും പേടിക്കേണ്ട. ഇങ്ങനെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ബൈ, ടേക്ക് കെയർ ആൻഡ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.